എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണനാണ്. സർ നമസ്കാരം. നമസ്കാരം. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആശങ്കയിലായ ഒരു പ്രദേശമായിരുന്നു ബഹ്റൈൻ. ബഹ്റൈനിൽ നമുക്ക് ഇന്നലെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഗ്രൗണ്ട് റിപ്പോർട്ട് തന്ന വ്യക്തിയാണ് സർ. എന്താണ് നിലവിലെ കണ്ടീഷൻ? ഇപ്പോൾ ഓഫീസിലാണോ? എല്ലാം നോർമൽ ആയോ അവിടെ? അതെ, ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ, ബഹ്റൈനെ ആക്രമിക്കാനുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇന്നലെ. ഇവിടെ അതിനനുസരിച്ചുള്ള അതോറിറ്റീസ് അതിനനുസരിച്ചുള്ള നടപടികളൊക്കെ എടുത്തിരുന്നു. എങ്കിൽ തന്നെയും സിറ്റിസൺസിനും റെസിഡൻസിനും എല്ലാവർക്കും വളരെ നല്ല ആത്മവിശ്വാസമാണ് ഗവൺമെന്റ് പകർന്നു കൊടുത്തത്. ഇന്ത്യയുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇന്ത്യ സമാധാനത്തിനൊപ്പമാണ്. ഇസ്രായേലും ഇന്ത്യയുടെ ആത്മാർത്ഥ സുഹൃത്താണ്. നമ്മളെ എല്ലാ കാലത്തും എല്ലാ പ്രതിസന്ധികളിലും നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ്. അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആ റിലേഷൻസിന്. അതേസമയം തന്നെ ഇറാൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. നല്ല നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ്. ഇറാനുമായിട്ടും നമുക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധമാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ടു കൂട്ടരുമായിട്ടും നമുക്ക് നല്ല ബന്ധമാണ്. എബോവ് ഓൾ ഇന്ത്യ സമാധാനത്തിനൊപ്പമാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടി വന്നതും ഇന്ത്യക്ക് പെർമനന്റ്ലി സമാധാനം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു സമാധാനം ശക്തിയിലൂടെ, ചില ആക്ഷനിലൂടെ, ചില എലിമിനേഷനിലൂടെ, തീവ്രവാദ ശക്തികളെ എലിമിനേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ത്യ അത് ചെയ്തതും. പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്ത അതേ മൊമെന്റിൽ നമുക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിട്ടും നമ്മൾ ആ ഓപ്പറേഷൻസ് നിർത്തിവെച്ചത്. നമ്മൾ അവരെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. അവർ വന്ന് റിക്വസ്റ്റ് ചെയ്തു, നമ്മൾ നിർത്തി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, അവരെ പാഠം പഠിപ്പിച്ചു. നമുക്ക് ആവശ്യം സമാധാനമാണ്, സഹവർത്തിത്വമാണ്, ഡെവലപ്മെന്റ് ആണ്, ജനങ്ങളുടെ സുരക്ഷയാണ്. ഇതാണ് നമ്മളുടെ എല്ലാ കാലത്തെയും നിലപാട്. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും നമ്മളുടെ നിലപാട്. ഇസ്രായേലിന് ഇതിനകത്ത് 3 കക്ഷികൾ ഇപ്പോൾ ഉണ്ട്. നമുക്കറിയാം, പ്രത്യക്ഷത്തിൽ നേരത്തെ പരോക്ഷമായിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ പ്രത്യക്ഷത്തിൽ തന്നെ US ഇതിനകത്ത് പങ്കാളിയാണ്. ഓക്കെ, ഈ മേഖല എന്ന് പറയുന്നതിൽ ഇവിടെ സമാധാനം ഉണ്ടാവേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്ന് നമ്മളുടെ സമാധാനമാണ്. നമ്മൾ എപ്പോഴും നമ്മളുടെ നിലപാടിനൊപ്പമാണ്. ഇസ്രായേൽ നമ്മുടെ സുഹൃത്ത്, ഇറാനും നമ്മുടെ സുഹൃത്താണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സ്വരം, അവര് ഭയപ്പെടുന്നത് ഇറാനുമായിട്ട് അവർക്ക് ഉള്ള ഒരു എന്താ പറയുന്നത്, നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾ അവർക്കെതിരെ പ്രവർത്തിക്കുന്നതിൻ്റെയോ പേരിൽ ഇറാൻ ഒരു ആണവ ശക്തി ആയാൽ അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭയമുണ്ടാകും, അവർക്ക് അതിനെ ഇല്ലാതാകും എന്നുള്ളൊരു ഭയപ്പാടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അതേസമയം തന്നെ ഇറാന്, നമ്മളിപ്പോ ആലോചിച്ച് നോക്കൂ, സ്വതന്ത്ര രാജ്യമാണ്, ശക്തമായ ഒരു രാജ്യമാണ്, ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും എണ്ണ നിക്ഷേപങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. സുരക്ഷയ്ക്കായിട്ട് ആണവായുധം അവർക്ക് വേണം, അല്ല അവരുടെ ഇലക്ട്രിസിറ്റി പോലുള്ള ആവശ്യങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല. US പറയുന്നത് പോലെ യു കനോട്ട് ബി എ ന്യൂ പവർ എന്ന് പറയുന്നത്, അതിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ അവരുടെ അടിമരാജ്യമൊന്നും അല്ലല്ലോ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇസ്രായേലിന് ഇങ്ങനെ ഒരു ഭയം ഉള്ളത് കൊണ്ടും ഇറാനിൽ അങ്ങനെ ഒരു എക്സ്ട്രീമിസത്തിന്റെ ഒരു കണിക അവിടെ കിടക്കുന്നത് കൊണ്ടും അതിൽ ഒരു സമവായമുണ്ട്. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ബട്ട് ഇതിന്റെ മൂന്നാമത്തെ കക്ഷിയാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ട്രംപിന്റെ മുദ്രാവാക്യം. ഓക്കെ, അപ്പോ അമേരിക്കയെ സംബന്ധിച്ച് ഇറാനും കൂടെ അവരുടെ ഒരു സഖ്യകക്ഷി ആവുക എന്ന് പറയുന്ന, അല്ലെ അവരുടെ മേളിലും ഇറാഖിനുണ്ടാക്കിയതുപോലെ തന്നെ അവർക്കൊരു ആധിപത്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് കൂടുതൽ പണം നേടാനും ഓയിൽ അവരുടെ കയ്യിലേക്ക് കൂടുതൽ എത്താനുമുള്ളൊരു ഒരു മാർഗമാണ്. അപ്പൊ അത് കാരണം തന്നെ അമേരിക്ക ഇതിനെ അനാവശ്യമായിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഭയം ഈ മേഖലയിലുള്ള 3 വൻ ശക്തികളുണ്ട്: ഇന്ത്യ, ചൈന, റഷ്യ. അവർക്കുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പൊ അത് കാരണം തന്നെ ഇന്ത്യ ഇത് വഷളാവാതിരിക്കാനും ഈ വിഷയങ്ങളെ എത്രയും പെട്ടെന്ന് ഒരു സമവായത്തിലൂടെ ഈ യുദ്ധം നിർത്താനുമാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ ഇറാനിയന്റെ പ്രസിഡന്റിനോട് സംസാരിച്ചത്. അതേസമയം തന്നെ ബെന്യാമിൻ നെതന്യാഹുവിനോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്നുള്ളൊരു
സമാധാനത്തിലേക്ക് എത്തുക എന്നുള്ളതിനെ പറ്റിയാണ്. ഈ എല്ലാവരും നിഷ്പക്ഷതയെ പലപ്പോഴും കാണുന്നത് നിസ്സംഗതയായിട്ടാണ്. അതായത് ഞങ്ങൾക്ക് നിലപാടൊന്നുമില്ല, അതായത് ഞങ്ങൾക്ക് അതായത് നമുക്കൊരു കൾച്ചർ ഉണ്ട്. അതായത് ഈ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ അമേരിക്ക, ഈ രണ്ട് ശക്തികൾക്ക് ഏതെങ്കിലും ഒപ്പം നിൽക്കണം, യുദ്ധം വരുമ്പോൾ ഈ പാളയത്തിലായിരിക്കണം ഒരു കൺവെൻഷണൽ ചിന്തയുടെ പുറത്തായിരിക്കും ഒരു പക്ഷേ വരുന്നത്. ഇപ്പൊ ന്യൂ വേൾഡ് ഓർഡറിലെ ഒരു ജിയോ പൊളിറ്റിക്സ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ സാർ. എല്ലാ ഘട്ടത്തിലും എന്താണ് രാജ്യത്തിന് ആവശ്യം അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ വളരെ അതിമനോഹരമായിട്ട് ഈ കാര്യം US പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ താല്പര്യം ഇന്ത്യയുടെ സ്വന്തം താല്പര്യമാണ്. ഓക്കെ, അത് നമുക്ക് സമാധാനം, സഹവർത്തിത്വം, ഡെവലപ്മെന്റ്, ഇതാണ് നമുക്ക് ആവശ്യം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആദ്യം നമ്മളുടെ പ്രാധാന്യം നമ്മൾ ആർക്കും കൊടുക്കുന്നത് നമ്മളുടെ ഡെവലപ്മെന്റിനും നമ്മളുടെ സമാധാനത്തിനുമാണ്. അപ്പൊ ഈ മേഖലയിൽ നമുക്ക് എന്താണ് വേണ്ടത്, ഈ മേഖലയിൽ നിന്നല്ല, ജിയോ പൊളിറ്റിക്സിലും വേൾഡ് പൊളിറ്റിക്സിലും എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ കൃത്യതയുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാടും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളും വളരെ കറക്റ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇറാൻ അവരുടേതായ അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇറാനെ പൂർണ്ണമായും ഈ യുദ്ധത്തിൽ തോൽപ്പിച്ച് അല്ലെങ്കിൽ അവരെ അമേരിക്കക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആത്മാഭിമാനം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു യുദ്ധവിജയം ഇസ്രായേലിന് നേടിക്കൊടുക്കാനായിട്ട് ഇന്ത്യ കൂട്ടുനിൽക്കില്ല. ഇതൊരു പഴയ നെഹ്റുവിന്റെ കാലത്തെ ചേരിചേരാ നയമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു നിലപാട് ഈ മേഖല, മധ്യ ഏഷ്യയും അസമാധാനത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുഷ്കരമായ ഒരു കാര്യമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയ്ക്ക് ഓവറായിട്ട് ഇൻഫ്ലുവൻസ് ഈ മേഖലയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ ഇന്ത്യ. ഓക്കെ, നമ്പർ 1. നമ്പർ ടു എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മളെ പോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ഇന്ത്യൻസ്, ഓക്കെ, പ്രത്യേകിച്ച് മലയാളികൾ, അത് നമുക്കുള്ള കൺസേൺ ആണ്. ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു മേഖലയാണ് മധ്യേഷ്യ, ഗൾഫ് മേഖല. ഓക്കെ, അപ്പൊ ഗൾഫ് മേഖലയിലെ ഒരു അസമാധാനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈവൻ ഇറാനിൽ പോലും 10,000 സ്റ്റുഡൻസ് തന്നെ ഉണ്ട്. ബാക്കി സിറ്റിസൺസ് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, സേലേക്ക് ഒരു 25,000 പേരുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ 25,000 പേരിൽ ഇപ്പൊ നമുക്ക് എത്ര പേര് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്? അല്ലെ, ഈ 10,000 പേരിൽ എത്ര പേരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്? 1000-ഓ 2,000-ഓ പേരെ ആൾക്കാരെ നമുക്ക് എത്തിക്കാൻ പറ്റി, അല്ലെ? അപ്പൊ ആ സ്ഥലത്ത്, അതേപോലെ തന്നെ ഇസ്രായേലിൽ ഏകദേശം 1,00,000-ൽ കൂടുതൽ, എനിക്ക് കൃത്യം കണക്കറിഞ്ഞൂടാ, പക്ഷെ 1,00,000-ൽ കൂടുതൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ട് ഇസ്രായേലിലും. അപ്പൊ ഇസ്രായേലിലും അങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് പോകുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ദുഷ്കരമാക്കും. അപ്പൊ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ കാര്യം പറയാനുണ്ടോ? പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും നമ്മളുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ്. അവരാകട്ടെ അങ്ങേയറ്റം സമാധാനം പുലർത്തുന്ന, അവർ ഡെവലപ്മെന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന രാജ്യങ്ങളാണ്. ഇപ്പം ബഹ്റൈൻ, സൗദി തൊട്ട് എല്ലാ രാജ്യങ്ങളും. അപ്പൊ അവർക്ക് ഇന്ത്യയുടെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടാവുന്നതും ഇന്ത്യയെ സംബന്ധിച്ച് കൺസേൺ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു സമാധാനത്തിലേക്ക് എത്താനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് റഷ്യയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. റഷ്യ വഴി നമുക്ക് പ്രഷർ നൽകി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവരെ ഒരു ഡിസ്കഷൻ ടേബിളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇനിയിപ്പോ പെഷസ്ക്യാൻ റഷ്യയിൽ പോയിട്ടുണ്ട്, അതിന്റെ ഔട്ട്കം എന്താണെന്ന് ഞാൻ കണ്ടില്ല, വാർത്തകളിൽ വന്നോന്ന് അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഇവർക്ക് ആർക്കും ഈ മേഖല അശാന്തമായി മാറുക എന്നുള്ളത് അത്ര സുഖമുള്ള കാര്യമല്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അമേരിക്കക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, ആ ലക്ഷ്യത്തിന് അവർ ആരെയും ഉപയോഗിക്കും. നമുക്കറിയാം അവർ പാകിസ്ഥാനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും അവർ ഉപയോഗിക്കും. പക്ഷെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് പോലും ഇറാൻ ഒരു ശത്രു രാജ്യമല്ല. ഇറാൻ അവരുടെ സഹോദര രാഷ്ട്രമാണ്. അവരെ കാണിച്ച് ഒരു ഭയപ്പാടിൽ നിർത്തി ഒക്കെയാണ് ഇവർ ചെയ്തിരുന്നതെങ്കിലും ഇറാനെ പൂർണ്ണമായും ഒരു ആക്രമിച്ച് തകർത്ത് ഈ മേഖല അവരെ ഇല്ലാതാക്കുന്ന ഒരു രീതി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും അത്ര സുഖമുള്ളൊരവസ്ഥയല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് ഇറാനും. ഇതേപോലെ തന്നെ അവരുടെ സഹോദര രാഷ്ട്രങ്ങളാണ് ഈ പറഞ്ഞ പോലെ രണ്ട്
വിശുദ്ധ പള്ളികൾ ഇരിക്കുന്ന സ്ഥലമാണ് സൗദി അറേബ്യ. സൗദിക്ക് നേരെ ആക്രമിക്കാൻ ഇറാൻ മടിക്കും. അതേപോലെ തന്നെ മറ്റു രാജ്യം. അതേസമയം ഇറാൻ മാത്രമായി ആണവശക്തിയായി മാറുന്നതും മേഖലയ്ക്ക് അത്ര സുഖമുള്ള കാര്യമല്ല. അതിന്റെ ഒരു ഇക്വിലിബ്രിയം, അതിന്റെ ഒരു ബാലൻസിനെ ബാധിക്കുന്ന കാര്യമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ ഈ പറഞ്ഞ പോലെ ആണവായുധം ഉണ്ടാക്കുന്ന ഇതിൽ നിന്ന് പിൻവാങ്ങുന്നത് മേഖലയെ സംബന്ധിച്ച് ഒരു സമാധാനമുള്ള കാര്യമായിരിക്കും. അറ്റ് ദ സെയിം ടൈം അവർക്കും സുരക്ഷിതത്വം കിട്ടണം. അപ്പൊ ഇതിലേക്ക് ഇന്ത്യക്ക് ഒരു നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. വരും ദിവസങ്ങളിൽ നമ്മളെ സമാധാനത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. മനസ്സിലാവുന്നു. ഇതിൽ ചൈനയുടെ കൺസേൺസ് കൂടി എനിക്ക് തോന്നുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയെ പോലെ തന്നെ ഇരു രാഷ്ട്രങ്ങളോടും കൈകോർക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈനയും. അമേരിക്കയുടെ വിരുദ്ധ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനോട് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പുകൾ ഉണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ചൈന വരാൻ പോകുന്ന ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? ബിക്കോസ് അവരും ഈ പറഞ്ഞ ഒരു മീഡിയേഷൻ ആയിരിക്കും, അല്ലെ ചർച്ചകൾക്കൊടുവിൽ പരിഹാരം കാണാനുള്ള സ്റ്റാൻഡിലേക്ക് തന്നെ പോവുക, അതോ വാറിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യതകളൊന്നും തന്നെ ഇല്ലല്ലോ? ചൈനയുടെ ഈ വിഷയത്തിലുള്ള നിലപാടുകളിൽ ഞാൻ കാണുന്ന ഇന്ത്യയുടെ നിലപാടിന് അനുസൃതമായിരിക്കില്ല. അതേപോലെ അല്ല ചൈന ഈ വിഷയത്തെ കാണുന്നത്. മറിച്ച് ചൈനയും ഈ മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടാവുക, അല്ലെങ്കിൽ ചൈനയും ഇറാൻ പരിപൂർണമായി പരാജയപ്പെട്ട് അമേരിക്കയുടെ കീഴിലേക്ക് പോവുക എന്നുള്ള കാര്യത്തിൽ ചൈന ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ തന്നെ എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇതൊരു വലിയ വാറായിട്ട് മാറുകയാണെങ്കിൽ പോലും ചൈന ഇതിൽ ഡയറക്റ്റായിട്ട് ഇടപെടാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. കാരണം കഴിഞ്ഞ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചൈന ഒരു യുദ്ധം ചെയ്തിട്ടില്ല സ്വന്തമായിട്ട്. അപ്പൊ പിന്നെ ഇപ്പം അവരുടെ ആയുധങ്ങൾ തന്നെ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് നമ്മളിപ്പം പാകിസ്ഥാനിന്റെ അനുഭവത്തിൽ നിന്ന് കണ്ടതാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് അവരുടെ കഴിവിനെ കുറച്ച് കാണാനൊന്നും പറ്റില്ല. അവര് പിന്നിൽ നിന്ന് ഇറാനെ ആയുധങ്ങളൊക്കെ നൽകിയും ഒക്കെ സഹായിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരും അമേരിക്കയുടെ ഒരു ആധിപത്യം ഈ മേഖലയിൽ ഉണ്ടാവുക എന്നുള്ളതിനെ അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല. അതിനാൽ തന്നെ അവര് സഹായിക്കും ഇറാനെ പിന്നിൽ നിന്ന്. അത് ഇറാനോടുള്ള പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടല്ല, അവർക്കും അവരോടുള്ള സ്നേഹം കൊണ്ടും അമേരിക്ക ഇവിടെ വന്ന് ആധിപത്യം നേടരുത് എന്നുള്ളൊരു നിശ്ചയദാർഢ്യം കൊണ്ടാണ്. ഞാൻ എന്റെ അവസാന ചോദ്യത്തിലേക്ക് വരികയാണ്. എന്താണ് ഇറാന് മാത്രമായി ഇത്തരം പ്രശ്നങ്ങൾ എന്നത്? പ്രത്യേകിച്ച് ഒരു GCC കൺട്രിയിൽ താമസിക്കുന്ന താങ്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപൂർണ്ണമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇറാനിലാണെങ്കിൽ ഇതല്ല സ്ഥിതി. അപ്പം കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇറാന് മാത്രം ഇത്ര പ്രശ്നങ്ങൾ? മാത്രമല്ല ഇത്രയധികം പ്രോബ്ലംസ് എസ്കലേറ്റ് ആയിട്ടും ഇറാൻ ഇതുവരെയും കീഴടങ്ങാനോ അല്ലെങ്കിൽ ഒരു സമവായ ചർച്ചയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സാർ? ഇതിന് ഉത്തരം പറഞ്ഞാൽ നമുക്കൊരു ആകത്തുകയിൽ ഇതിന്റെ ഒരു പിക്ചർ കിട്ടും. ഇതിന് ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. എങ്കിലും വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇറാനിലെ ഒരു ഷാ ഭരണം എന്ന് പറയുന്നത് 1979 വരെ ഉണ്ടായിരുന്നത് അവരൊരു പ്രോ അമേരിക്കൻ ഗവൺമെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിന് വിപരീതമായി മതഭരണം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും US-ഉം അവരുടെ അലൈസും ഇവർക്കെതിരായി. പിന്നെ അവർക്ക് മതമാണ് പ്രധാനം. അവര് ഈ പറഞ്ഞ പോലെ ജ്യൂസിന് എതിരാണ്. അപ്പൊ ഇത്തരം കാരണങ്ങൾ ഉള്ളതുകൊണ്ടും ഇപ്പൊ താലിബാൻ പോലെ തന്നെ വേറൊരു അതിനു മുമ്പ് വന്ന ഒരു മതഭരണമാണ് അവർക്കുള്ളത്. അവർക്ക് അതേസമയം തന്നെ ഈ ഇസ്ലാമിലെ തന്നെ 2 വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. അറബ് രാഷ്ട്രങ്ങൾക്ക് സഹസ്രാബ്ദങ്ങളായിട്ട് അവർക്ക് എന്താ പറയുന്ന സഹവർത്തിത്വം, അവര് സമാധാനപൂർണമായിട്ടാണ് അവർ പോവുക. അവര് മതം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് അവര്. ഈവൻ ഇന്ത്യയിൽ പോലും അറബികള് കൊണ്ടുവന്ന സംസ്കാരം സമാധാനപരമായിട്ടാണ് ഇസ്ലാമിനെ അവർ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇസ്ലാം എത്തിയത് അറബി നാട്ടിൽ നിന്ന് കേരളത്തിലാണ്, നമുക്കറിയാവുന്ന കാര്യം. അത് വളരെ സമാധാനപൂർണ്ണമായിരുന്നു. അതേസമയം ഈ അഫ്ഗാൻ സൈഡിൽ നിന്ന്, ഇറാൻ സൈഡ് അഫ്ഗാൻ സൈഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് യുദ്ധത്തിലൂടെയും അങ്ങനെ ഒരു അക്രമം ഒരു പാതയിലൂടെയാണ്. അപ്പൊ ആ ഒരു ട്രേസ് ഇപ്പോഴും ഇറാന്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഒരു ആധുനിക ലോകത്തേക്ക് ഒരു സമാധാനത്തിന്റെ രീതിയിൽ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമാധാനം അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ഈ പറയുന്ന പോലെ ആണവായുധം അവർക്ക് നമുക്കും ആർക്കും ഈ ലോകത്ത് 195 രാജ്യങ്ങളുണ്ട്, അവർക്കെല്ലാം ആണവായുധമാകാം. അതിൽ വത്തിക്കാനും എന്താ പറയുന്നത് ഇവർ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പാലസ്തീനും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 193 രാജ്യങ്ങളും പ്രോപ്പറായ അംഗരാജ്യങ്ങളാണ്. അപ്പൊ ആരോടെ നമുക്ക് നോ പറയാൻ പറ്റില്ല. പക്ഷെ അവരത് എന്തിനു ഉപയോഗിക്കുന്നു, അത് മറ്റൊരാളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ഒരു അസമത്വം ഉണ്ട്.
അതാണ് ഇറാന് ഉള്ള ഒരു ഫീലിംഗ്. അപ്പൊ അതിന് നമ്മളൊരു സമാധാനപൂർവമായ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോ സമാധാനവും സഹവർത്തിത്വവും ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായ ഉന്നമനവും ജനങ്ങളെ ടെക്നോളജി വെച്ചിട്ട് അടുത്ത നിലവാരത്തിലേക്ക് പോകാനാണ് ലോകം എങ്ങും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് സങ്കുചിതമായ ചിന്തകളും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് യുദ്ധവും ആയിട്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് ആർക്കും സുരക്ഷിതത്വം നൽകുന്ന ഒരു കാര്യമല്ല. ഓൺ ദ അതർ സൈഡ് അമേരിക്കയുടെ ഓവർ അംബിഷനും നല്ല കാര്യമല്ല. അപ്പൊ അത് ഈ മേഖലയിലുള്ള റഷ്യ, ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ സമ്മതിച്ചു കൊടുക്കാനും പോകുന്നില്ല. ഈവൻ ടു ആൻ എക്സ്റ്റെന്റ് അറബ് രാജ്യങ്ങൾക്കും അതിലേക്ക് ചെന്ന് വീണു കൊടുക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവും, അതിലേക്ക് ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം വലിയൊരു പങ്ക് വഹിക്കാനുണ്ടാവും. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി സാർ സംസാരിച്ചതിൽ, വളരെ ഇൻഫോർമേറ്റീവായി കാര്യങ്ങൾ പങ്കുവച്ചതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.